യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം എന്ന് പറഞ്ഞാൽ ധനഹാകാലത്തിലെ 6-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായം. ഈശോ മലമുകളിൽ നിന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഒരിക്കൽ ഒരു ശില്പി ഒരു കല്ലിൽ ഒരു രൂപം ഇങ്ങനെ കൊത്തി മെനക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് ആ ശില്പിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ രൂപം ഈ കല്ലിൽ കൊത്തി സൃഷ്ടിക്കണേന്ന്. അപ്പോൾ ആ ശില്പി പറയുന്നുണ്ട്, ഞാനിത് പുതിയതായിട്ട് സൃഷ്ടിക്കുന്നതല്ല, ഈ കല്ലിൽ ഓൾറെഡി ഈ രൂപം ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചെത്തി മിനുക്കുന്ന മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം 26-ാം വാക്യം ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചതെന്ന്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു ദൈവികതയുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ ആ ദൈവത്തിൻ്റെ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ, ആ ദൈവികതയെ ഒരുപക്ഷെ നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളും നമ്മുടെ ചെറിയ ചെറിയ പാപങ്ങളും കാരണം മറച്ചു കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ് നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളൊക്കെ. നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നിയമങ്ങളനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അവർക്ക് 613 നിയമങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാബത്ത് ആചരണമൊക്കെ. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കുർബാന മധ്യയുള്ള സുവിശേഷ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ കാണാൻ സാധിക്കും. ഈശോ സാബത്തിൽ രോഗശാന്തി കൊടുക്കുന്നതും, ഈശോയുടെ ശിഷ്യന്മാർ വയലിലൂടെ നടന്നു വരുമ്പോൾ വിശക്കുമ്പോൾ ഗോതമ്പ് പറിച്ചു നിന്നും, ഈശോ തളരാതെ രോഗിയെ സുഖപ്പെടുത്തിയിട്ട് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിയമജ്ഞരും ഫരിസേരും എല്ലാം ഈശോനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം സാബത്തിൽ ഇതൊന്നും അനുവദനീയമല്ല. ഒരു പക്ഷെ നമുക്കും തോന്നിയേക്കാം ഈശോ ചെയ്തത് ശരിയല്ല. പക്ഷേ ഇതിനൊക്കെ ഉത്തരമായിട്ട് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെയോ പ്രവാചകന്മാരെയോ നിരാകരിക്കാനല്ല, മറിച്ച് നിയമത്തെയും പ്രവാചകന്മാരെയും പൂർത്തിയാക്കാനാണ്. ഇന്നത്തെ സുവിശേഷയിലൂടെ ഈശോ നമ്മളോട് പറയുന്നതും നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിയമങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതല്ല, മറിച്ച് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് ജീവിക്കുന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. ഒരുപക്ഷെ കുറച്ചും കൂടി നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കി തരുന്നത് ഒരുപക്ഷെ ഫ്രാൻസിസ് അസീസി ആയിരിക്കും. ഫ്രാൻസിസ് ജീവിതത്തെ ഒരു ചെറിയൊരു സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. വിശുദ്ധ ഫ്രാൻസിസും തൻ്റെ സഹോദരന്മാരെ കൂടി ഒരിക്കൽ ഭയങ്കര കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗത്തിലൂടെയൊക്കെ കടന്നു പോകുക. അപ്പോൾ ഫ്രാൻസിസിൻ്റെ കൂടെയുള്ള സഹോദരന് രാത്രി ഭയങ്കരമായിട്ട് വിശന്നു. അപ്പോൾ ഇത് കണ്ട് ഫ്രാൻസിസ് ആ സഹോദരോട് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നുണ്ട്, എനിക്ക് വിശന്നിട്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഞാൻ മരിച്ചു പോകുന്ന ആ സഹോദരൻ പറയുന്നുണ്ട്. ഫ്രാൻസിസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവന് വേണ്ട കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി തിരിച്ചു വന്ന് ഫ്രാൻസിസ് അവൻ്റെ കൂടെയുള്ള എല്ലാ സഹോദരന്മാരെയും വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഇനി ഭക്ഷണത്തിന് ശേഷമാവാന്ന്. ഒരിക്കൽ പോലും ഫ്രാൻസിസ് ആ സഹോദരനെ കുറ്റപ്പെടുത്തുകയോ അവനെ മുറപ്പെടുത്തി ചെയ്യുന്നില്ല, മറിച്ച് ഫ്രാൻസിസ് തന്നെ ആദ്യം ആ ഭക്ഷണം എടുത്ത് കഴിച്ചിട്ട് ബാക്കി സഹോദരന്മാർക്ക് കൊടുക്കുകയാണ്. ഫ്രാൻസിസ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് തന്നെയാണ്, നിയമങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ പാലിക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും അവസാനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന്. ഇനിയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈശോ ഈ നിയമങ്ങളൊക്കെ എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിനായിട്ട് ഈശോ എടുക്കുന്ന ഒരു ഉദാഹരണം, കൊല്ലരുത്. ഒരു പക്ഷേ നമ്മളാരും ഒരാളെ കത്തിക്കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നില്ല, പക്ഷേ ഒരു പക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട് അയാളെ നമ്മൾ കുറേയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടാവും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കാന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാമിലിടുന്ന നമ്മുടെ ഒരു പോസ്റ്റ് ആയിരിക്കാം, നമ്മുടെ ഒരു കമൻ്റ് ആയിരിക്കാം, അത് പലരുടെയും ജീവിതം പോലും അവസാനിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈശോയുടെ ജീവിതത്തിൽ നോക്കുമ്പോഴും നമുക്കിത് കാണാൻ സാധിക്കും. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ ഈശോയുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ യഹൂദരുടെ നിയമമനുസരിച്ച് അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് തന്നെയാണ്. എന്നിരുന്നാലും ഈശോ അവളോട് പറയുന്നൊരു മറുപടി പ്രകാരമാണ്, സ്ത്രീയെ ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേൽ പാപം ചെയ്യരുതെന്ന്. ഒരു പക്ഷേ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ നമ്മുടെ സഹോദരങ്ങളോട് ഒരു പക്ഷേ അവരോട് നമ്മുടെ വാക്കുകൾ കൊണ്ട് അവരെ തകർത്ത് കളയാതെ കുറച്ചുകൂടി അവരെ മനസ്സിലാക്കാനും അവരെ സ്നേഹിക്കാനും അവരെ ഉൾക്കൊള്ളാനും നമ്മൾ പഠിക്കണം. ഈശോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ച് ജീവിക്കാനല്ല, മറിച്ച് അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാനാണ് കാര്യം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.